നഞ്ചൻഗുഡിലെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ഒരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, വാസ്തുവിദ്യയ്ക്കും ശൈവശില്പങ്ങൾക്കും ഒരുപോലെ ബഹുമാനിക്കപ്പെടുന്നു. തെക്കൻ വാരാണസി എന്നറിയപ്പെടുന്ന നഞ്ചൻഗുഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നഞ്ചുണ്ടേശ്വര ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം കർണാടകയുടെ കലാചരിത്രത്തിന്റെ വിവിധ കാലഘട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാവേരി നദിയുടെ പോഷക നദിയായ കപില നദിയുടെ വലതുകരയിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 50,000 ചതുരശ്ര അടി വിസ്തീർണമുള്ളതിനാൽ ഇത് കർണാടകയിലെ ഏറ്റവും വലിയ ക്ഷേത്രമായി മാറുന്നു. തുടർച്ചയായ രാജവംശങ്ങളിലെ രാജാക്കന്മാർ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് നിരവധി വാസ്തുവിദ്യകൾ ചേർത്തതിനാൽ ഇതിന് 1000 വർഷത്തിലേറെ പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രാദേശിക ഐതിഹ്യമനുസരിച്ച് ഗൗതമ മുനി ഈ പ്രദേശത്തൊരു ലിംഗം സ്ഥാപിച്ച് ക്ഷേത്രത്തിന് അടിത്തറയിട്ടു. 9ാം നൂറ്റാണ്ടിൽ ഗംഗൈ രാജവംശം ചതുരാകൃതിയിലുള്ള ഒരു ചെറിയ ഗർഭഗൃഹം നിർമ്മിച്ചു. അതോടൊപ്പം കാണപ്പെടുന്ന ഹൊയ്സാല തൂണുകളും നൃത്തം ചെയ്യുന്ന ഗണപതി പ്രതിമയും 13ാം നൂറ്റാണ്ടിലേതാണെന്ന് പറയപ്പെടുന്നു. വിജയനഗര കാലഘട്ടത്തിലെ വാസ്തുശില്പികൾ ക്ഷേത്രഘടനയിൽ പാർവതി, നാരായണൻ എന്നിവരുടെ പ്രതിഷ്ഠകൾ ചേർത്തു. 9 നിലകളുള്ള ദ്രാവിഡ മാതൃകയിലുള്ള ഗോപുരം 1849 കൃഷ്ണരാജ വാടിയാർ മൂന്നാമന്റെ രാജ്ഞി ദേവജമണ്ണിയാണ് നിർമ്മിച്ചത്. മറ്റൊരു പ്രധാന ആകർഷണം ക്ഷേത്ര സമുച്ചയത്തിലെ ഉയരമുള്ള നന്ദി ശില്പം 1644 ദളവായി വിക്രമരായ നിർമ്മിച്ചതാണ്. ഇവരെയെല്ലാം കൂടാതെ ഹൈദരാലിയും ടിപ്പു സുൽത്താനും ഈ ക്ഷേത്രത്തിന് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ടിപ്പു സുൽത്താന്റെ ആനയായ ഹക്കീമിന് ചികിത്സിക്കാൻ കഴിയാത്ത നേത്രരോഗമുണ്ടായപ്പോൾ അദ്ദേഹം ശ്രീ നഞ്ചുണ്ടേശ്വരനോട് പ്രാർത്ഥിച്ചുവെന്നാണ് വിശ്വാസം. ആനയുടെ കണ്ണ് സുഖം പ്രാപിക്കുകയും ടിപ്പു സുൽത്താൻ ദേവന് മരതക പച്ചലിംഗം സമ്മാനിക്കുകയും ചെയ്തുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് വിവിധ കാലഘട്ടങ്ങളിലെ വാസ്തുവിദ്യാ ശൈലികൾ നമുക്ക് കണ്ടെത്താനാകും. മൊത്തത്തിൽ ഈ ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയാണ് പിന്തുടരുന്നത് എന്നത് കൂടാതെ ഗണപതി, സപ്തമാതൃക തുടങ്ങിയ വിവിധ രൂപത്തിലുള്ള ശിവന്റെ 122 ചിത്രങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഒന്നിലധികം സ്ഥലങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട്. നാരായണൻ, ചണ്ഡികേശ്വരൻ, പാർവതി, നാട്യഗണപതി തുടങ്ങി ചെറുതും വലുതുമായി 200 ശ്രീകോവിലുകൾ ഈ ക്ഷേത്രത്തിനകത്തുണ്ട്. വിവിധ അവതാരങ്ങളിലുള്ള 121 ശിവപ്രതിമകൾ, 65 ലിംഗങ്ങൾ, മണ്ഡപങ്ങൾ, വാഹനങ്ങൾ, ഉത്സവമൂർത്തികൾ എന്നിവ നമുക്ക് ഈ ക്ഷേത്രത്തിനുള്ളിൽ കാണാൻ കഴിയും. നിരവധി മതപരമായ ആഘോഷങ്ങളുടെ ഒരു കേന്ദ്രബിന്ദു കൂടിയാണ് ഈ ക്ഷേത്രം. വാർഷിക പഞ്ചമഹാരഥോത്സവത്തിൽ ശ്രീ വൈഷ്ണവ വിഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ഒത്തുചേരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 5 രഥങ്ങളുള്ള ഘോഷയാത്രയാണ് ഈ ഉത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ 5 രഥങ്ങളിൽ ആദ്യത്തേത് ഗണപതി രഥം, അതിനുശേഷം ചണ്ഡികേശ്വര രഥം, ഗൗതമ രഥം, സുബ്രഹ്മണ്യ രഥം, അവസാനമായി പാർവതി രഥം എന്നിങ്ങനെയാണ്. ഇവയിൽ ഗൗതമ രഥത്തിന് ഏകദേശം 90 അടി ഉയരമുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. 15.4 കിലോമീറ്റർ അകലെയുള്ള മൈസൂർ വിമാനത്താവളമാണ് വിമാനമാർഗം ക്ഷേത്രത്തിലെത്താനുള്ള ഏറ്റവും നല്ല മാർഗം. നഞ്ചനഗുഡു റെയിൽവേ സ്റ്റേഷൻ ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനായി മാറുമ്പോൾ ബൊക്കളി, മൊടഹള്ളി, ഹുളിമാവ്, ഹദീനാരു തുടങ്ങിയ സ്ഥലങ്ങളുമായി നഞ്ചൻഗുഡുവുമായി ബന്ധിപ്പിക്കുന്ന നിരവധി പ്രാദേശിക ബസ്സുകളും നമുക്ക് ലഭിക്കുകയും ചെയ്യും.